ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ മറ്റൊരു തകർപ്പൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി തിരികെ തന്നെ ഓഫീസിലേക്ക് വന്നെത്തിയതിനു ശേഷം ആ ചേംബറിൽ ഇരുന്നുകൊണ്ട് ശാലിനി ആലോചിച്ചു. തന്റെ പിന്നാലെ വിഷ്ണുവേട്ടൻ ഓടി വന്നതും ശാലിനി എന്ന് വിളിച്ചുകൊണ്ടുള്ള ആ ഓട്ടം മനസ്സിൽ അങ്ങനെ ഓർത്തുകൊണ്ട് ശാലിനിയുടെ കണ്ണുകൾ ഈർന്നണിയുന്നു. വിഷ്ണുവിനെ അത്രത്തോളം വേദനിപ്പിച്ചതിന്റെ കുറ്റബോധമായിരുന്നു ശാലിനിയുടെ മനസ്സിലാകെ. അപ്പോഴാണ് അപ്രതീക്ഷിതമായി വിഷ്ണു കളക്ടറിലേക്ക് വന്നെത്തിയത്. കളക്ടറേറ്റിന്റെ ആ കെട്ടിടത്തിലൂടെ നടന്ന് വിഷ്ണു ശാലിനിയെ കാണും എന്ന ഉറച്ച വിശ്വാസത്തിൽ കളക്ടറുടെ ഓഫീസിനരികിലേക്ക് എത്തി. അങ്ങനെ കളക്ടറുടെ ആ ഓഫീസിന് മുന്നിലെത്തിയ വിഷ്ണു ഡോർ തുറന്ന് അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴാണ് ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന ശാലിനിയുടെ PA ഫോണിൽ സംസാരിക്കുന്നത് കേട്ടത്. ഈ സമയത്ത് വിഷ്ണു മനസ്സിൽ ചിന്തിച്ചു, ശാലിനി, താൻ ഇവിടെ തന്നെയുണ്ട്, എനിക്കറിയാം, താൻ ഇതിനുള്ളിൽ തന്നെയുണ്ട്, ഞാനിന്ന് തന്നെ കാണുക തന്നെ ചെയ്യും എന്ന ശാലിനിയെ കുറിച്ച് മനസ്സിൽ അങ്ങനെ ചിന്തിച്ച് വിഷ്ണു ശാലിനിയുടെ ആ ചേംബറിലേക്ക് നോക്കി നിന്നപ്പോ അവിടെ PAയുടെ ഫോണിലേക്ക് വന്ന ആ കോള് അറ്റൻഡ് ചെയ്തുകൊണ്ട് അനുപല്ലവി പറഞ്ഞു, ഹലോ സാർ, മേഡം ഇവിടെ തന്നെയുണ്ട്, സാറിനെ കാണാനായി സാറിനെ കണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി മേഡം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഉടനെ തന്നെ സാർ എത്തുമല്ലോ അല്ലേ എന്ന ആ ചോദ്യം കേട്ട് വിഷ്ണു ഓർത്തു. അപ്പോ ശാലിനി ഇതിനുള്ളിൽ തന്നെയുണ്ട്. എന്തായാലും ആരുടെയും അനുവാദത്തിനൊന്നും ഞാൻ കാത്തു നിൽക്കുന്നില്ല, ഇപ്പോൾ തന്നെ എനിക്ക് തന്നെ കാണണം ശാലിനി, ഞാൻ വന്നു എന്നറിഞ്ഞാൽ ഒരു കാരണവശാലും താൻ എന്റെ മുഖം തരില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് വേഗം വിഷ്ണു അതിക്രമിച്ച് ആ ഡോർ തുറന്ന് അകത്തേക്ക് കയറി വന്ന വിഷ്ണു അവിടെ കണ്ടത് ചെയറിൽ പിന്തിരിഞ്ഞിരിക്കുന്ന ഒരാളെ. അതുകൊണ്ട് വിഷ്ണു വേഗം അകത്തേക്ക് കയറി ശാലിനി എന്ന് ഉറക്കെ വിളിച്ചു. ആ വിളി കേട്ടുകൊണ്ട് പെട്ടെന്ന് ചെയറിൽ നേരെ ഇരുന്ന് നോക്കുകയാണ് തേജസ്വിനി. ഉടനെ തേജസ്വിനി ഫോണിൽ സംസാരിച്ചു, ഹലോ സാർ, സാറിന് ഇപ്പൊ തന്നെ എത്തുമല്ലോ അല്ലേ, സാറിനെ കാണാനായിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാ എന്ന തേജസ്വിനി പറയുന്നത് കേട്ടു. അപ്പോഴാണ് മറ്റൊരു റൂമിനുള്ളിൽ അവിടെ അപ്പുറത്തായി ശാലിനി വിഷ്ണുവിന്റെ കണ്ണു വെട്ടിച്ച് മാറി നിന്നത്. അങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് തേജസ്വിനി നിൽക്കുന്നത് കണ്ടതോടെ വിഷ്ണുവിന് പെട്ടെന്നൊരു തോന്നലുണ്ടായി. അപ്പോ തേജസ്വിനി തന്നെയാണല്ലേ ഇവിടുത്തെ കളക്ടർ എന്ന് വിഷ്ണു അങ്ങനെ അന്തിച്ച് ആലോചിച്ച് നിൽക്കുമ്പോൾ തേജസ്വിനി പെട്ടെന്ന് വിഷ്ണുവിനെ കണ്ട അതിശയത്തോടെ ചോദിച്ചു, ആ സത്യഭാമാന്റിയുടെ മകൻ വിഷ്ണു അല്ലേ എന്ന് തനിക്ക് മുൻപ് പരിചയമുണ്ട് എന്ന രീതിയിൽ ആ പരിചയം പുതുക്കുന്നത് പോലെ തേജസ്വിനി വിഷ്ണുവിനെ കണ്ട് അന്വേഷിച്ചു. വിഷ്ണു തേജസ്വിനെ നോക്കി അതിശയത്തോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അപ്പുറത്ത് മാറി നിൽക്കുന്ന ശാലിനിയുടെ മുഖത്തേക്ക് തേജസ്വിനി ഒന്ന് കണ്ണു പായിച്ചു. വിഷ്ണു അപ്പോഴും ശാലിനി അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന് ആ ചുറ്റുപാടുമെല്ലാം വിഷ്ണുവിന്റെ കണ്ണുകൾ ഒന്ന് പരതി. ആ കൃത്യസമയത്ത് തന്നെ തേജസ്വിനി ആ ടേബിളിന് മുകളിലിരുന്ന ആ നെയിം ബോർഡ് തേജസ്വിനിയെ ശ്രദ്ധിച്ചു. ശാലിനി വിഷ്ണു IAS എന്നുള്ള ആ നെയിം ബോർഡ് വിഷ്ണു കാണുമെന്ന് ഉറപ്പായതോടെ പതുക്കെ വിഷ്ണുവിന്റെ ശ്രദ്ധ മാറിയെന്ന് കണ്ട നിമിഷത്തിൽ തേജസ്വിനി വേഗം തന്നെ ആ നെയിം ബോർഡ് തിരിച്ചു വെക്കുന്നു. അപ്പോഴേക്കും വിഷ്ണുവിനോട് തേജസ്വിനി ചോദിച്ചു, അല്ല എന്താ വിഷ്ണു എന്താ വന്നത് എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, അത് പിന്നെ ഫംഗ്ഷൻ കഴിഞ്ഞ് പോരുന്ന സമയത്ത് ഒരു നന്ദി വാക്ക് പറയാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇവിടെ വന്ന് മേഡത്തെ കണ്ട് നേരിട്ടൊന്ന് പറയാമെന്ന് കരുതി കയറിയതാണ് എന്ന് പറഞ്ഞതും തേജസ്വിനി പറഞ്ഞു, എന്നാൽ വിഷ്ണു ഇരിക്കെ. അത് കേട്ടതും വിഷ്ണു പറഞ്ഞു, വേണ്ട മേഡം, അല്പം തിരക്കുണ്ട്, ഫംഗ്ഷൻ കഴിഞ്ഞ് അവിടെയെല്ലാം സെറ്റിൽ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്, കുറച്ചാളെ കൂടി പറഞ്ഞയക്കാനുണ്ട്, സെറ്റിൽമെന്റ് ഇനിയും ബാക്കിയാ, അതുകൊണ്ട് പോട്ടെ മേഡം എന്ന് പറഞ്ഞ് വിഷ്ണു ആകെ നിരാശയോടെ ആ ചേമ്പലിൽ നിന്ന് ശാലിനിയെ പ്രതീക്ഷിച്ചു വന്ന വിഷ്ണു സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നുകൂടി ആ വാതിൽക്കൽ വന്ന് വിഷ്ണു പിന്തിരിഞ്ഞു നോക്കുന്നു. അവിടെ എല്ലായിടത്തും വിഷ്ണുവിന്റെ കണ്ണുകൾ ശാലിനിയെ അന്വേഷിക്കുന്നതായി കണ്ടതോടെ തേജസ്വിനി വീണ്ടും വിഷ്ണുവിനെ നോക്കുന്നത് ശ്രദ്ധിച്ച് വിഷ്ണു ശരി മേഡം എന്ന് പറഞ്ഞ് ആകെ നിരാശയോടെ അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. ശാലിനി അവിടെ ഉണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിലെത്തിയ വിഷ്ണുവിന് അവിടെ ശാലിനിയെ കാണാൻ കഴിയാത്തതിന്റെ വേദനയായിരുന്നു വിഷ്ണുവിന്റെ മുഖത്താകെ. വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങിയെന്ന് ഉറപ്പായതോടെ ശാലിനി വേഗം തേജസ്വിനിയുടെ അരികിലേക്ക് എത്തി. വിഷ്ണു ആകെ സങ്കടപ്പെട്ടുകൊണ്ട് ആ ഓഫീസിന് പുറത്തേക്ക് പോകുന്നത് ശാലിനി ആ CCTV ഫുട്ടേജിലൂടെ കാണുന്നു. വിഷ്ണു വിഷമത്തോടെ അവിടെ നിന്ന് പോകുമ്പോൾ തേജസ്വിനി ശാലിനിയെ ഒന്ന് നോക്കി. ശാലിനി വേഗം തേജസ്വിനിയുടെ അരികിലേക്ക് എത്തിയ നിമിഷത്തിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ശാലിനിയുടെ മനസ്സിലേക്ക് ആ കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾ ഓടിയെത്തി. ശാലിനി തേജസ്വിനെ നോക്കി നിൽക്കുമ്പോൾ
വിഷ്ണു തന്റെ കാറിന് പിന്നാലെ ശാലിനി എന്ന് വിളിച്ച് ഓടിപ്പാഞ്ഞു വരുന്ന ആ കാഴ്ച ഓർത്തുകൊണ്ട് ശാലിനി വിഷമത്തോടെ ഇരിക്കുമ്പോഴാണ് തേജസ്വിനി ശാലിനിയോട് ചോദിച്ചത്, ശാലിനി, നീ ഇപ്പോഴും അത് തന്നെ ഓർത്തിരിക്കുകയാണോ എന്ന് ചോദിച്ച ആ നിമിഷത്തിൽ വിഷ്ണു ആ കളക്ടറുടെ ഓഫീസിന് നേരെ നടന്നെടുക്കുന്ന കാഴ്ച CCTV-യിലൂടെ ശാലിനി കാണുന്നു. അത് കണ്ട ഉടനെ ശാലിനി വേഗം ഞെട്ടലോടെ തേജസ്വിനിയോട് പറഞ്ഞു, വിഷ്ണുവേട്ടൻ. ആ വാക്ക് കേട്ട തേജസ്വിനി അതിശയപ്പെട്ടു. എന്താ എന്താ ശാലിനി എന്ന് ചോദിച്ചപ്പോ ശാലിനി വേഗം ആ CCTV ഫോട്ടേജ് ചൂണ്ടിക്കാട്ടി പറഞ്ഞു, വിഷ്ണുവേട്ടൻ വിഷ്ണുവേട്ടൻ എന്ന് അറിയിച്ചു. അത് കണ്ടതും എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ടുപേരും പരസ്പരം നോക്കുമ്പോൾ ശാലിനി വേഗം തേജസ്വിനിയുടെ അരികിലേക്ക് എത്തി. തേജസ്വിനി, നീ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് ചോദിച്ചതും എങ്ങനെ എന്ന് തേജസ്വിനി അന്വേഷിച്ചു. പെട്ടെന്ന് ശാലിനി തേജസ്വിനി അരികിലേക്ക് എത്തി തേജസ്വിനിയെ പിടിച്ചു വലിച്ച് നീ എഴുന്നേക്ക് എന്ന് പറഞ്ഞ് വേഗം ശാലിനിയുടെ ആ ചെയറിലേക്ക് നിർബന്ധപൂർവ്വം തേജസ്വിനിയെ കൊണ്ടുവന്നിരുത്തണം. ശാലിനിയോട് തേജസ്വിനി ചോദിച്ചു, ശാലിനി, നീ എന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞു. പ്ലീസ് എന്ന് പറയുക മാത്രം ചെയ്ത് ശാലിനി വേഗം അവിടുന്ന് അപ്പുറത്ത് ആ കോറിഡോറിലേക്ക് ഓടി മാറുന്നു. ആ നിമിഷം വിഷ്ണുവോടൊന്ന് നോക്കി നിൽക്കുന്നത് തേജസ്വിനിയും ആ CCTV ഫോട്ടോസിലൂടെ കണ്ടു. വിഷ്ണു അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണണ്ട എന്ന് കരുതി തേജസ്വിനി വേഗം തന്റെ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് മറ്റാരോടും ഫോണിൽ സംസാരിക്കുന്നത് പോലെ പിന്തിരിഞ്ഞിരുന്നു. അപ്പോൾ ആ നിമിഷത്തിലാണ് വിഷ്ണു അകത്തേക്ക് കയറി വന്ന് ശാലിനി എന്ന് വിളിച്ചത്. അത്രയും കാര്യങ്ങൾ ശാലിനി പെട്ടെന്ന് കഴിഞ്ഞ നിമിഷങ്ങൾ ശാലിനി ഓർത്തു നിൽക്കുമ്പോൾ തേജസ്വിനി ശാലിനി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് വേഗം ആ ചെയറിൽ നിന്ന് എഴുന്നേറ്റു. ശാലിനി വിഷ്ണു IAS എന്ന ആ നെയിം ബോർഡ് നേരെ ശാലിനിക്ക് നേരെ എടുത്തു വെച്ചിട്ട് തേജസ്വിനി പറഞ്ഞു, ഇതാണ് സത്യം. ഈ സത്യം മറച്ചു വയ്ക്കാൻ നീ എന്താ ഇങ്ങനെ എപ്പോഴും ശ്രമിക്കുന്നത്? എത്ര നാൾ നിനക്കത് മറച്ചു വെക്കാൻ കഴിയും ശാലിനി എന്ന തേജസ്വിനി ശാലിനിയോട് ചോദിക്കണം. ശാലിനി മറുപടി ഒന്നും പറയാതിരിക്കുമ്പോ ഉടനെ തേജസ്വിനി അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ചെല്ല്, ആ ചെയർ നിന്റേതാണ്, അവിടെ പോയിരിക്കെ. കുറേയേറെ കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും വേദനകളുടെയും ഒക്കെ അവസാനം നീ നേടിയെടുത്തതാണ് ആ ചെയർ. അതിന് പിന്നിൽ എത്ര നാളത്തെ കാത്തിരിപ്പും എത്ര നാളത്തെ പ്രയത്നവുമാണ് ഉള്ളത് എന്ന് നീ ഓർക്കണം എന്ന് പറഞ്ഞ് ശാലിനിയെ ആ ചെയറിലേക്ക് തേജസ്വിനി പിടിച്ചിരുത്തുന്നു. തേജസ്വിനി ശാലിനി അവിടെ കൊണ്ടുചെന്ന് നിർത്തിയതും തേജസ്വിനി ചോദിച്ചു, ശാലിനി, നീ എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? അങ്ങനെ മറ്റാരെയും പേടിച്ച് ഒഴിഞ്ഞു മാറേണ്ട ആളല്ല ഈ കസേരയിൽ ഇരിക്കുന്നത്. നീ വെറും ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറോ ഏതെങ്കിലും വാർഡ് മെമ്പറോ ഒന്നുമല്ല എന്ന് തേജസ്വിനി പറയുമ്പോ ശാലിനി പറഞ്ഞു, എനിക്കറിയാം. പക്ഷേ എനിക്ക് എന്റെ നെഞ്ചിന് നേരെ ഒരു തോക്കുമായി ആര് വന്ന് നിന്നാലും ഞാൻ ഭയക്കില്ല. പക്ഷേ എന്റെ വിഷ്ണുവേട്ടനെ എന്ന് പറഞ്ഞതും തേജസ്വിനി പറഞ്ഞു, ശാലിനി, നീ എന്തിനാ ഇങ്ങനെ ഭയക്കുന്നത്? നിന്റെ ഈ ഭയമാണ് ഈ പ്രശ്നം. ഇന്ന് ഈ നിമിഷം പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമായിരുന്നു. ഇന്നത്തെ ആ ഫംഗ്ഷൻ നീ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ. പക്ഷേ നീ അത് മനഃപൂർവ്വം ആ ഒരവസരം വേണ്ടെന്ന് നീ വെച്ചു. എന്തിനാ ശാലിനി നീ സ്വയം തന്നെ നിന്റെ ജീവിതം ഇങ്ങനെ തകർക്കുന്നത്? സത്യത്തിൽ നീ ആ വിഷ്ണുവിന്റെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കുകയല്ലേ? നീ ശരിക്കും വിഷ്ണുവിനെ സ്നേഹിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു, ഞാൻ അവരെ സ്നേഹിക്കുന്നില്ലെന്നോ എന്ന അതിശയത്തോടെയുള്ള ശാലിനിയുടെ ചോദ്യം കേട്ടതും തേജസ്വിനി പറഞ്ഞു, സത്യത്തിൽ നീ ഈ ചെയ്യുന്നത് ഒരു സ്വാർത്ഥതയാണ്. നീ ഇപ്പൊ പറയുന്ന സ്നേഹം അതൊരു സ്വാർത്ഥതയാണ് എന്ന് തേജസ്വിനി പറഞ്ഞതും ശാലിനി ഒട്ടും പ്രതീക്ഷിക്കാത്ത തേജസ്വിന്റെ വാക്കുകൾ കേട്ട് എന്റെ സ്നേഹം സ്വാർത്ഥതയാണെന്നോ എന്ന് തേജസ്വിനിയോട് മറുചോദ്യം ചോദിക്കുമ്പോൾ തേജസ്വിനി വേഗം തനിക്ക് നൽകിയ ആ ചെയറിലേക്ക് വന്നിരുന്ന് ശാലിനിയോട് പറഞ്ഞു, അതെ ശാലിനി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ കാണിക്കുന്നത് നിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ അത് സ്നേഹമാണെന്ന് പറയും. പക്ഷേ എന്റെ ഒരു ഭാഗത്ത് നിന്ന് നീ ചിന്തിച്ചു നോക്ക്. വിഷ്ണു നിന്നെ കാണാനായി ഓടിയെത്തുന്നു. വിഷ്ണു നിന്റെ അരികിലേക്ക് എത്തുന്നതും വിഷ്ണു നിന്നെ കാണാൻ ശ്രമിക്കുന്നതും നീ അറിയുന്നുണ്ട്, നീ കാണുന്നുണ്ട്. ഇത്രയും വർഷക്കാലം നീ വിഷ്ണുവിന് വേണ്ടി കാത്തിരുന്നു എന്നതും സത്യം തന്നെയാണ്. എന്നാൽ ഒരു കാര്യം നീ മനസ്സിലാക്കണം, ആ പാവം വിഷ്ണുവിന് നീ കാത്തിരിക്കുന്നുണ്ട് എന്നത് വെറുമൊരു ധാരണ മാത്രമാണ്. നീ വിഷ്ണുവിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നത് നീ തിരിച്ചറിയുന്നത് പോലെ, വിഷ്ണു നിന്നെ കാത്തിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നത് പോലെ ഒരിക്കലും വിഷ്ണുവിന് അത് നേരിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതും വെറും ഒരു പ്രതീക്ഷയും ഒരു കാത്തിരിപ്പും മാത്രമാണ് വിഷ്ണുവിന്റെ ആ കാത്തിരിപ്പിന്റെ പിന്നിലുള്ള സത്യം. എന്നാൽ ഒരു കാര്യം നീ മനസ്സിലാക്കുക ശാലിനി, നീ ഇപ്പോ വിഷ്ണു നിന്നോട് കാണിക്കുന്ന ഈ സ്നേഹം, ആ കറയറ്റ സ്നേഹത്തെ നീ പലപ്പോഴും തള്ളി മാറ്റുമ്പോ ഒരു കാര്യം അത് നീ മനസ്സിലാക്കുന്നില്ല. നീ ഇതൊക്കെ സ്വാർത്ഥമായി നീ ഇതെല്ലാം ആസ്വദിക്കുകയാണ് എന്നുള്ള കാര്യം. പക്ഷെ ഒന്ന് നീ ആലോചിക്കണം ശാലിനി, അപ്പുറത്ത് വിഷ്ണു നിന്നെ പ്രതീക്ഷയോടെ ഇത്രയും വർഷം കാത്തിരിക്കുകയും ഇപ്പോഴും കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ വിഷ്ണുവിന്റെ ആ മനസ്സിനെ മാറ്റിയെടുക്കാനായി അമ്മയുൾപ്പെടെ വിഷ്ണുവിനെ മേൽ
പല രീതിയിലും രീതിയിലും വിഷ്ണുവിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാനും വിഷ്ണുവിന്റെ മനസ്സിനെ മാറ്റിയെടുക്കാനും വിഷ്ണുവിനെ നിയന്ത്രിക്കാനും പലരും ആ പിന്നിലുണ്ട് എന്നുള്ള കാര്യം മറക്കരുത് എന്ന് ശാലിനിയോട് തേജസ്വിനി അറിയിച്ചു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണമെന്നാ തേജസ്വിനി പറയുന്നത്? എന്റെ സാഹചര്യങ്ങളല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞതും തേജസ്വിനി പറഞ്ഞു, സാഹചര്യങ്ങൾ മനുഷ്യൻ സൃഷ്ടിക്കുന്നതാണ് ശാലിനി. പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും പ്രശ്നങ്ങളെ നേരിടാനും നീ ഇനിയെങ്കിലും ശ്രമിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. പക്ഷേ ഇനിയും നീ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. സ്വയം മാറാനായി ശ്രമിക്കുന്നില്ല എങ്കിൽ പിന്നെ മറ്റൊരാൾക്കും അവരെ ഉപദേശിച്ച് മാറ്റാൻ കഴിയില്ല. അതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് തേജസ്വിനി ദേഷ്യപ്പെട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ തന്റെ മൊബൈൽ ഫോണും എടുത്ത് തേജസ്വിനി പോകാൻ തുടങ്ങുന്നത് കണ്ട് ശാലിനി വേഗം എഴുന്നേറ്റു. എന്നിട്ട് ശാലിനി ചോദിച്ചു, തേജസ്വിനി നീ പോവാണോ? നീ ഇന്ദ്രന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അതിനുശേഷം പിന്നെ കണ്ടപ്പോഴൊക്കെ ധാരാളം പ്രശ്നങ്ങളായില്ലേ? അതാണ് എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാൻ കഴിയാതെ പോയത്. എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു. ഉടനെ തന്നെ ശാലിനിയോട് അങ്ങനെ ഒരു അന്വേഷണം നടത്തിയതും ശാലിനി ആകെ വിഷമത്തോടെ നിൽക്കുന്നത് കണ്ട് തേജസ്വിനി പറഞ്ഞു, ഒന്നുമില്ല. അപ്പോഴേക്കും വീണ്ടും തേജസ്വിനിയോട് ശാലിനി ചോദിച്ചു, എന്താ സംഭവിച്ചത്? നീ കാര്യം പറ. നമുക്കിടയിൽ എന്തിനാണ് തേജസ്വിനി ഇങ്ങനെ ഒരു ഒളിച്ചുവയ്പ്? നമുക്കിടയിൽ ഇന്നേ വരെ ഒരു കാര്യം നമ്മൾ മറച്ചു വെച്ചിട്ടില്ലല്ലോ. എന്താണെങ്കിലും നീ എന്നോട് തുറന്നു പറ എന്ന് പറഞ്ഞതും തേജസ്വിനി പറഞ്ഞു, അത് അവസാനിച്ചു എന്ന് പറഞ്ഞതും വീണ്ടും തേജസ്വിനിയോട് ശാലിനി ചോദിച്ചു, ഇന്ദ്രനും നീയും തമ്മിലുള്ള ആ 20 വർഷക്കാലത്തെ അതിലേറെ ആ 2 വർഷക്കാലം നിങ്ങളുടെ ആ പ്രണയം നേരിട്ട് കണ്ടയാളാണ് ഞാൻ. എന്നിട്ടും ഇപ്പോ അതിനെന്താ സംഭവിച്ചത്? അതാ എനിക്ക് അറിയേണ്ടത്. നിന്റെ ഇന്ദ്രൻ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോ ഉടനെ തേജസ്വിനി പറഞ്ഞു, ഇന്ദ്രൻ ഇപ്പോ എന്റെ ആരുമല്ല. എന്റെ ഇന്ദ്രനെന്ന് ഇന്നലെ വരെ എനിക്ക് പറയാമായിരുന്നു. പക്ഷെ ഇപ്പോ അന്ന് ഞാൻ നിന്നെ കാണാൻ വന്നപ്പോ അന്ന് എനിക്ക് അങ്ങനെ പറയാനുള്ള അവകാശമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ അങ്ങനെ ഒരു അവകാശം എന്നിലില്ല. ഇന്ദ്രൻ ഇപ്പോഴെന്റേതല്ല എന്ന് അറിയിച്ചു. ആ ബന്ധം മുറിഞ്ഞു, അത്ര തന്നെ എന്ന് പറഞ്ഞപ്പോ ശാലിനി അതിശയത്തോട് ചോദിച്ചു, തേജസ്വിനി നീ എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ പ്രണയം അത്ര വേഗം തകർന്നുവെന്നോ? എനിക്ക് അത് ഉൾക്കൊള്ളാനാവുന്നില്ല എന്ന് പറഞ്ഞതും തേജസ്വിനി പറഞ്ഞു, അതെ ശാലിനി, നീ 2 വർഷക്കാലത്തെ കാര്യമല്ലേ പറഞ്ഞത്. സത്യത്തിൽ ഇന്ദ്രന്റെയും എന്റെയും ആ പ്രണയത്തിന്റെ ക്ലൈമാക്സ് ആയിരുന്നു നീ അന്ന് കണ്ടത്. പക്ഷേ അതിനേക്കാൾ ഉപരി 20 വർഷക്കാലം ഞങ്ങൾക്കിടയിലുള്ള പ്രണയം 20 വർഷക്കാലത്തേതാണ്. അത് എങ്ങനെയാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതായിരുന്നല്ലോ. ജനിച്ച ആ നിമിഷം എൻ്റെ അച്ഛൻ പെങ്ങളുടെ മകനാണ് ഇന്ദ്രൻ. എന്നെ പ്രസവിച്ചതിന് ശേഷം എൻ്റെ അമ്മ മരിച്ചുപോയി. അതിനുശേഷം എന്നെ പാലൂട്ടി വളർത്തിയത് എൻ്റെ അച്ഛൻ പെങ്ങളായിരുന്നു. അങ്ങനെ എനിക്ക് തിരിച്ചറിവായ കാലത്താണ് എൻ്റെ അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചത്. ആ വിവാഹത്തില് എൻ്റെ അച്ഛന് 2 പെൺമക്കളുമുണ്ട്. രണ്ടാനമ്മയിൽ 2 പെൺമക്കളുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും അടുപ്പവും സ്നേഹവും ഉണ്ടായിരുന്നത് എൻ്റെ അച്ഛൻ പെങ്ങളുടെ മകളായ സീതയോടാണ്. അതും എൻ്റെ അച്ഛൻ പെങ്ങളുടെ മകൾ എന്നതിനേക്കാൾ ഉപരി ഇന്ദ്രന്റെ അനുജത്തിയായ സീതയോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത്. പിന്നീട് 2ാം വിവാഹം നടന്ന് രണ്ടാനമ്മ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ അച്ഛൻ്റെ അരികിലേക്ക് മടങ്ങിയെത്തിയത്. അതിനുശേഷം ഞങ്ങൾക്കിടയിൽ പിന്നീടാണ് പ്രണയം തുടങ്ങിയത്. ഞാനും ഇന്ദ്രനും തമ്മിൽ പ്രണയത്തിലായ വിവരം എല്ലാവർക്കും അറിയുകയും ചെയ്യുമായിരുന്നു. അതിനുശേഷം പഠനവും മറ്റു കാര്യങ്ങളുമായി ഞാൻ മുന്നോട്ട് നീങ്ങി. അപ്പോഴും ഞങ്ങളുടെ പ്രണയത്തിന്റെ തീവ്രത എല്ലാവരും തിരിച്ചറിയുന്നുമുണ്ടായിരുന്നു. അതിനുശേഷം മസൂറിയിൽ അന്ന് ട്രെയിനിങ്ങിന് വന്ന കാലത്ത് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ സ്നേഹത്തിനാഴം അത് മനസ്സിലങ്ങനെ ഒരു വലിയൊരു പ്രണയമരമായി പ്രേമത്തിന്റെ എല്ലാ തീവ്രതയും ഉൾക്കൊണ്ടുകൊണ്ട് അന്ന് ജീവിച്ച കാലത്തായിരുന്നു നീ എന്നെ ഇന്ദ്രനെയും അന്ന് കണ്ടത്. സത്യത്തിൽ ഞാൻ അന്ന് നിന്നോട് പറഞ്ഞതായിരുന്നല്ലോ, ഞങ്ങളുടെ ഇഷ്ടത്തെക്കുറിച്ചും ഞങ്ങളുടെ ബന്ധത്തിന്റെ ആഴത്തെക്കുറിച്ചുമൊക്കെ കൃത്യമായി നീ മനസ്സിലാക്കിയതുമല്ലേ. ഇത്തവണ ഇവിടെ കൊല്ലത്തേക്ക് എനിക്ക് ജോലിയായതിനു ശേഷം ഇവിടേക്ക് വന്നപ്പോ ആദ്യം ഞാൻ പോയതും തറവാട്ട് വീട്ടിലേക്കായിരുന്നു. അവിടെ ഞാൻ പോയത് എന്തിനാന്ന് ഞാൻ പറഞ്ഞല്ലോ, എന്റെയും ഇന്ദ്രന്റെയും വിവാഹകാര്യം സംസാരിക്കാനായി. എന്നാൽ അതിനു മുൻപ് ഞാൻ ജോലി നേടിയെടുത്തതിന് ശേഷം എൻ്റെ രണ്ടാനമ്മയുടെ മൂത്ത മകളുടെയും ഇന്ദ്രന്റെ സഹോദരി സീതയുടെയും വിവാഹം നടന്നിരുന്നു. അപ്പോഴെല്ലാം അവരെന്നെയും വിളിക്കുമായിരുന്നു. അച്ഛൻ പെങ്ങളും എന്റെ രണ്ടാനമ്മയും വിളിച്ച് എന്നോട് സംസാരിച്ചിരുന്നു. കർഷക കുടുംബമല്ലേ എന്നൊക്കെ പറഞ്ഞ്
പണമൊന്നും അവരുടെ പക്കലില്ല എന്ന് പറഞ്ഞ് കളക്ടറായിട്ടുള്ള ആ IAS വലിയ പദവിയിലിരിക്കുന്ന എനിക്ക് ലക്ഷങ്ങളാണല്ലോ ശമ്പളം കിട്ടുന്നത്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ടെന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ അവർ എന്നോടും പണം വാങ്ങിക്കുമായിരുന്നു. അവരുടെ വിവാഹം നടത്തിയത് മുഴുവൻ എന്റെ പണത്തിൽ തന്നെ ആയിരുന്നു താനും. അതിലൊന്നും ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. അതിനുശേഷം വീണ്ടും മകളുടെ രണ്ടാനമ്മയുടെ ഇളയ മകളുടെ വിവാഹകാര്യമായിരുന്നു പിന്നീട് അവർ എന്നോട് സംസാരിച്ചത്. അപ്പോഴേക്കും ഞാൻ അവരോട് പറഞ്ഞു, ആദ്യം ഇനി എന്റെയും ഇന്ദ്രന്റെയും വിവാഹം നടക്കട്ടെ എന്ന്. അക്കാര്യം പറയാനായിട്ടാണ് ഞാൻ എന്റെ തറവാട്ട് വീട്ടിലെത്തിയതും. പക്ഷേ അവിടേക്ക് ചെന്ന് ഇക്കാര്യം പറയാനായി ഞാൻ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ എന്റെ മുന്നിൽ മറ്റൊരു കാര്യം അവർ അവതരിപ്പിച്ചു. അതും അച്ഛൻ പെങ്ങളും രണ്ടാനമ്മയുമായി വിദഗ്ധമായി തന്നെ മറ്റൊരു വിവാഹകാര്യമായിരുന്നു എന്റെ മുന്നിൽ വെച്ചത്. അത് ആരുടെ വിവാഹമായിരുന്നു, ആരുടെ വിവാഹമാണ് ഉറപ്പിച്ചതെന്ന് അറിയാമോ നിനക്ക് എന്ന് തേജസ്വിനി ചോദിച്ചതും ശാലിനി അതിശയത്തോടെ നോക്കുമ്പോൾ തേജസ്വിനി പറഞ്ഞു, എന്റെ രണ്ടാനമ്മയുടെ രണ്ടാമത്തെ മകളുടെയും ഇന്ദ്രന്റെയും വിവാഹകാര്യം. അത് കേട്ട ഉടനെ ശാലിനി ആകെ ഞെട്ടലോട് ചോദിച്ചു, എന്നിട്ട് നീ അത് എതിർത്തില്ലേ എന്ന് ചോദിച്ചതും ഉടനെ തേജസ്വിനി പറഞ്ഞു, ഞാൻ എതിർത്തു. എന്റെ പല്ലും നഖവും ഉപയോഗിച്ച് തന്നെ ഞാൻ അത് എതിർത്തു. എത്രത്തോളം എനിക്ക് എതിർക്കാൻ കഴിയുമോ അത്രത്തോളം ഞാൻ അവരോട് അക്കാര്യത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു. പക്ഷേ അവസാനം ഞാൻ തോറ്റുപോയി. അതാണ് സത്യം. ഇത്രയും നാളത്തെ പ്രണയത്തിന്റെ അത്രയും നാൾ ഞാൻ അനുഭവിച്ച സന്തോഷവും പ്രതീക്ഷകളും സ്വപ്നങ്ങളുമെല്ലാം ഇല്ലാതാകുന്നതിന്റെ വേദനയിൽ അവരോട് ഞാൻ എന്നാലാകും വിധത്തിൽ ഞാൻ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഇത് കേട്ട ശാലിനി ചോദിച്ചു, എന്നിട്ട് എന്ത് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ തേജസ്വിനി വിഷമത്തോടെ പറഞ്ഞു, എന്നിട്ടും ഞാൻ തോറ്റുപോയി ശാലിനി. ആ വാക്കുകൾ കേട്ട ഉടനെ ശാലിനി തേജസ്വിനിയുടെ അരികിലേക്ക് എത്തി. എന്തിനാ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? എന്ത് സംഭവിച്ചാലും നിന്റെ ഇന്ദ്രൻ നിന്റെ കൂടെ ഇല്ലേ എന്ന് ചോദിച്ചപ്പോ ശാലിനിയോട് ഇന്ദ്രനെ കുറിച്ച് തേജസ്വിനി പറയുന്നു. അങ്ങനെ ഞാനും പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷെ അവിടെയാണ് ശാലിനി ഞാൻ തോറ്റുപോയത്. എന്റെ രണ്ടാനമ്മ എന്നോട് പറഞ്ഞു, എന്റെ രണ്ടാമത്തെ സഹോദരിയിൽ ഇന്ദ്രന്റെ 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞു തുടിപ്പ് അവളുടെ വയറ്റിൽ വളരുന്നുണ്ട് എന്നുള്ള സത്യം. അതറിഞ്ഞതോടെ അവളുടെയും എന്റെയും ജീവിതം ഒരുപോലെ തകർത്ത് കളയണോ എന്ന ആ ചോദ്യം കേട്ടപ്പോൾ ഞാൻ ആകെ തോറ്റുപോയി ശാലിനി. ആ വാക്കുകൾ കേട്ട തേജസ്വിനിയുടെ വാക്കുകൾ കേട്ട് ശാലിനി ആകെ വിഷമത്തോടെ നോക്കുമ്പോൾ തേജസ്വിനി പറഞ്ഞു, എനിക്ക് ആ നിമിഷം പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ആകെ ഒന്നും മിണ്ടാനാകാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ നിന്നത്. ഇത്രയും നാളത്തെ എൻ്റെ പ്രതീക്ഷകളൊക്കെ അതോടെ കത്തിയമർന്നുവെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോരുന്ന നേരത്ത് ഞാൻ ഒരു നോട്ടം ഇന്ദ്രനെ നോക്കിയിരുന്നു. കണ്ണു നിറഞ്ഞ് അങ്ങനെ നിന്ന ആ നിമിഷത്തിലുള്ള എൻ്റെ ആ നോട്ടത്തിന് നേരെ ഇന്ദ്രൻ മുഖം തന്നില്ല. മുഖം കുനിച്ചു നിന്ന ഇന്ദ്രന്റെ ആ പ്രവൃത്തി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇന്ദ്രനെ നോക്കിയിരുന്നെങ്കിൽ എൻ്റെ ആ നോട്ടത്തിൽ ആ നിമിഷം അവിടെ നിന്ന് അയാൾ കത്തിയമരുമായിരുന്നു. വെറും ഞാൻ സ്നേഹിച്ചത് അയാളുടെ മനസ്സിനെയായിരുന്നു. പക്ഷെ അയാൾ ഒരിക്കലും എന്നെ ആയിരുന്നില്ല സ്നേഹിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ആരോടും പകയോ വിദ്വേഷമോ ഒന്നും തന്നെയില്ല. എൻ്റെ രണ്ടാനമ്മയോടോ എൻ്റെ അച്ഛമ്മങ്ങളോടോ ഒന്നും. എന്തിന് ഞാനില്ലാത്തപ്പോ ഇന്ദ്രനെ തട്ടിയെടുത്ത എൻ്റെ അനുജത്തിയോട് പോലും. പക്ഷേ എനിക്ക് പക തോന്നിയത് അയാളോട് മാത്രമാണ്. എന്നെ പ്രണയിച്ച് വഞ്ചിച്ചതിനല്ല, മറിച്ച് എന്നെ പ്രണയിക്കുന്നു എന്ന് എന്നെ തെറ്റിദ്ധരിപ്പിച്ചതിന് എന്ന് വിഷമത്തോടെ തേജസ്വിനി ശാലിനിയോട് പറഞ്ഞു. അവസാനം അച്ഛൻ പെങ്ങളും രണ്ടാനമ്മയും ഒക്കെ എന്നോട് പറഞ്ഞത്, ഞാൻ ഇത്രയും വലിയൊരു ജോലിക്കാരിയല്ലേ, എനിക്ക് ഇതിലും വലിയ നല്ല നല്ല ബന്ധങ്ങൾ കിട്ടുമല്ലോ എന്നൊക്കെയാണ് അവർ എന്നെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞത്. അവർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. പക്ഷേ നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് നേടാൻ കഴിഞ്ഞില്ലല്ലോ. അതിന്റെ സങ്കടവും വേദനയും നമുക്കല്ലേ അറിയൂ എന്ന് തേജസ്വിനി ശാലിനിയോട് പറഞ്ഞു. ആകെ വിഷമത്തോടെ തേജസ്വിനി പറഞ്ഞു, ഞാൻ പക്ഷേ ആരുടെയും മുന്നിൽ നിന്ന് കരഞ്ഞില്ല. കാരണം ഞാൻ കളക്ടറല്ലേ, കളക്ടർക്ക് കരയാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമത്തോടെ തേജസ്വിനി നിൽക്കുന്ന കണ്ടപ്പോൾ ശാലിനി അരികിലേക്ക് എത്തി തേജസ്വിനെ തോളിൽ കൈവച്ചു. തേജസ്വിനി എന്ന് വിളിച്ചതും ഉടനെ തേജസ്വിനി ശാലിനി നോക്കിയിട്ട് പറഞ്ഞു, ഏയ് ഞാൻ നിന്നെ വല്ലാതെ ബോറടിപ്പിച്ചു അല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടതും ശാലിനി പറഞ്ഞു, അല്ല, നിന്റെ ഈ വിഷമം എന്ത് പറഞ്ഞ് ഞാൻ നിന്നെ സമാധാനിപ്പിക്കുമെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തേജസ്വിനി ശാലിനിയോട് ചോദിച്ചു, പക്ഷേ
നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നീയും ഞാനും IAS നേടിയപ്പോ ഈ ലോകം കീഴടക്കിയ സന്തോഷത്തിലായിരുന്നു നമ്മൾ. സത്യത്തിൽ ജീവിതത്തിൽ നമ്മൾ തോറ്റുപോയില്ലേ ശാലിനി? ആ വാക്ക് കേട്ട് ശാലിനി വിഷമത്തോടെ നോക്കുമ്പോ ഉടനെ തേജസ്വിനി ശാലിനിയുടെ തോളിൽ കൈവച്ച് പറഞ്ഞു, പക്ഷേ ശാലിനി, നീ നീ ജീവിതത്തിൽ ഇപ്പോഴും തോറ്റിട്ടില്ല. അങ്ങനെ ഒരു അവസരം നീ ഉണ്ടാക്കാതിരിക്കണം. ഇപ്പോഴും നീ തോറ്റിട്ടില്ല എന്നത് എനിക്ക് ഉറപ്പാണ്. നീ ഇനി അങ്ങനെ ഒരു അവസരം നിന്റെ ജീവിതത്തിലും വരുത്തരുത് എന്ന് ശാലിനിക്ക് തേജസ്വിനി ഒരു മുന്നറിയിപ്പ് നൽകുന്നു.